ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ നല്ല കുഞ്ഞൻ സമൂസ, ക്രിസ്പി കുഞ്ഞൻ സമൂസ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ കാണാം. അതിന് ഞാൻ ആദ്യം ഈ ഒരു കപ്പിന് 1 കപ്പ് മൈദ എടുത്തു. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തു. ഒരു 10 മിനിറ്റ് നല്ലപോലെ ഈ മൈദയൊന്ന് കുഴച്ചെടുക്കണം. അതിന് ശേഷം ഞാൻ കുഞ്ഞു ഉരുളകളാക്കി എടുത്തു. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു 10-20 ഉരുളകളാക്കിയിട്ടുണ്ട്. ഒരു 40-50 സമൂസയെങ്കിലും കിട്ടും ഇങ്ങനെ ചെയ്താൽ. പിന്നെ അതിന് ശേഷം ഓരോ ഉരുളയെടുത്ത് പൂരിയുടെ വലിപ്പത്തിൽ പരത്തി അതിൻ്റെ മുകളിൽ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏതും ഒഴിക്കാം. 2-3 കൂടുതൽ എണ്ണം വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഷീറ്റ് നല്ലപോലെ നൈസായിട്ടും കിട്ടും, പെട്ടെന്ന് പണി തീരുകയും ചെയ്യും. ഓരോന്നായിട്ട് പരത്തുമ്പോൾ ഇച്ചിരി കട്ടിയാവും. ഇത് എണ്ണ തേച്ചുകൊണ്ട് നല്ലപോലെ ഇളക്കാനും കിട്ടും. ഇത് മുന്നേ ഞാൻ സമൂസ ഷീറ്റിനും കോൺ സ്നാക്സിനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മളിങ്ങനെയാണ് സാധാരണ സമൂസ ഉണ്ടാക്കുന്നത്. 2-3 വെച്ച് ഇങ്ങനെ പരത്തിയെടുത്താൽ പെട്ടെന്ന് പരത്താനും പറ്റും, നൈസായിട്ട് കിട്ടും. നല്ല ക്രിസ്പി സമൂസയ്ക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വാങ്ങുന്ന ഷീറ്റിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതിന് ഉള്ളത്. ഇതിപ്പോൾ ഇവിടെ ഞാൻ 3 വെച്ച് ചെയ്യുന്നുണ്ട്. 3 ഷീറ്റ് ചെറുതായിട്ട് പരത്തി ഓരോന്നിൻ്റെ മേലെയും എണ്ണ തേച്ചിട്ട് ലാസ്റ്റത്തെ മുകളിൽ മൈദയാണ് തൂവേണ്ടത്. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ പരത്തിയതിന് ശേഷം ഇത് നമ്മൾ ഫ്രൈ പാനിലോ ദോശക്കല്ലിലോ മറ്റേ ഇതിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് സൂപ്പറായിട്ട് ഇളക്കാൻ കിട്ടും. അപ്പം നൈസായിട്ടുള്ള ഷീറ്റായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ 3 വെച്ച് പരത്തുമ്പോൾ നമ്മൾ കുഞ്ഞൻ സമൂസയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു 9 കിട്ടും. ഈ 3 ഒരുമിച്ച് വെച്ച് പരത്തി 3ആയിട്ട് മുറിച്ച് കഴിയുമ്പോൾ 9 ഷീറ്റായിട്ട് നമുക്ക് കിട്ടും. 2 വെച്ച് പരത്തുകയാണെങ്കിൽ ഒരു 4 ഷീറ്റ്. അങ്ങനെ പെട്ടെന്ന് ഇത് ഞാനിപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഈ ഷീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 40-50 സമൂസകളുടെ ഷീറ്റാണ് ഇത് ഉള്ളത്. ഒന്നിൻ്റെ മുകളിൽ എണ്ണ തൂവി വേറെ ഒരെണ്ണം വെച്ചു. വീണ്ടും അതിൻ്റെ മുകളിൽ എണ്ണ തൂവിയിട്ട് 3ാമത്തെ ഷീറ്റും കൂടി വെച്ചു. അതിൻ്റെ മുകളിൽ മൈദ ഇട്ടിട്ടാണ് പരത്തുന്നത്. ഇത് വളരെ ഈസിയാണ്. കുറച്ച് സമൂസ ഉണ്ടാക്കാനൊക്കെ 1-2 സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരെണ്ണത്തിൽ 9 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 2ആയിട്ട് മുറിക്കുന്നേ ഉള്ളൂ എങ്കിൽ 6 കിട്ടും. അപ്പം വളരെ ഈസിയാണ്. ഇപ്പം ഞാനിവിടെ ഫ്രൈ പാൻ വെച്ച് അതിലോട്ട് ഈ പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നും ചൂടാക്കി എടുക്കാം. ഒരു 2 മിനിറ്റത്തേക്കൊന്ന് ജസ്റ്റ് തിരിച്ച് മറിച്ച് ചൂടാക്കി എടുത്താൽ മതി. ഇങ്ങനെ ഒരു ജസ്റ്റ് കളർ മാറുമ്പോഴേക്ക് തിരിച്ചും കൂടി ഇടാം. എന്നിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അത് ഇളക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഇച്ചിരി ഷേപ്പ് മാറി. ഞാൻ നല്ല റൗണ്ടിലൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ ഓരോന്ന് ഇങ്ങനെ എടുത്തു. അങ്ങനെ എല്ലാം ചെയ്തെടുത്തു. ഞാൻ കുഞ്ഞൻ സമൂസ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഒറ്റ ഒരെണ്ണം നമുക്ക് 9 ഷീറ്റായിട്ട് കിട്ടും. അപ്പോൾ 3ആയിട്ട് ഇത് കട്ട് ചെയ്യും. 3 ഇതായിട്ട് കട്ട് ചെയ്യുമ്പോൾ 9 ഇതിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ കിട്ടും. ഇതിപ്പോൾ പരത്തി വെച്ചതാണ്. ഇതിപ്പോൾ ഞാൻ ഇത് 2 കട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് 3 ആക്കാൻ പറ്റുന്നതായിരുന്നു. ഞാൻ 2 ആക്കിയിട്ട് ഇതിപ്പോൾ ഇളക്കി കാണിച്ചു തരാം. ഇത് 2 വെച്ച് പരത്തിയതാണ്. അതുകൊണ്ട് ഇതാ 2 ഷീറ്റായിട്ട് ഇളക്കി കിട്ടി. അതുപോലെ എല്ലാം തന്നെ ഞാൻ 3 വെച്ച് ചെയ്തത് നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും. അതിങ്ങനെ ഇളകി നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കീറിപ്പോകുമൊന്നുമില്ല. നൈസായിട്ടുള്ള ഷീറ്റാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ 3ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇളക്കിയെടുക്കുമ്പോൾ ഇത് ഓരോന്നിലും 3 വീതമുണ്ട്. വളരെ നൈസായിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ 9 കിട്ടി ഒറ്റത്തവണ. നമുക്ക് കുറച്ച് ആളേ ഉള്ളൂവെങ്കിൽ ഒരു 9 സമൂസ 10 സമൂസ വേണ്ടുമെങ്കിൽ ഒറ്റത്തവണ ഈ 3 ചെറിയ ഉരുള അതിന് ഒരു കൈ മൈദ മതിയാവുന്നതാണ്. ഒരു കൈ മൈദ. ഇതാ നൈസായിട്ടുള്ള ഷീറ്റാണ് ഇത്. നമ്മൾ മടക്കി എണ്ണയിലിട്ട് മൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി, കറുമുറു എന്നൊക്കെ പറയില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ് കിട്ടുന്നത്.
ഇനിയിപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടി സവാള ഒരു 2 വലിയ സവാള എടുത്തു. ഇന്നലെ എടുത്ത് വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ പൊടിച്ചിട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് പിന്നെ പൊടികൾ, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. നമുക്ക് വെജിറ്റബിൾസ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഗ്രീൻ പീസ് ചേർക്കാം, ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, ഉരുളക്കിഴങ്ങ്. അല്ലെങ്കിൽ പിന്നെ സവാള മാത്രം ഇടാം. പിന്നെ ഫില്ലിങ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉരുളക്കിഴങ്ങും സവാളയും മാത്രം ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ഞാൻ ചിക്കൻ പൊടിച്ചിട്ട് കൊടുത്ത് ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട്. ചിക്കൻ സമൂസയാണ്. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് സമൂസ ഇങ്ങനെ കോണാക്കി മടക്കുന്നതെന്ന് കാണിക്കുന്നതാണ്. അത് ഇങ്ങനെ ഒന്ന് മടക്കി പിന്നെ അങ്ങോട്ട് മടക്കിയിട്ടാണ് അതിലൂടെ നമ്മൾ ഫില്ലിങ് ഇടും. ബാക്കിയും കൂടി വെച്ച് ഒട്ടിക്കും. ജസ്റ്റ് ഇങ്ങനെ വെക്കും, പിന്നെ ഇങ്ങോട്ട് വെച്ചിട്ട് അപ്പോൾ ഒരു കോൺ ഷേപ്പിലായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്താണ് മസാല ഫില്ലിങ് ഇട്ട് കൊടുക്കും. ഈസിയാണ് ചെയ്യാൻ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഫില്ലിങ് അതിലോട്ട് ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് കട്ടിയിൽ മൈദ അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒട്ടിച്ച് കൊടുത്ത് നൈസായ ഷീറ്റ് ആയതുകൊണ്ട് നല്ലപോലെ ഒട്ടി നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ മൈദ ചൊടിക്കുമ്പോൾ നല്ലപോലെ ഒട്ടിയിട്ട് നിൽക്കും. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുത്തു.